നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷയ്ക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. വരൾച്ച നേരിടാൻ സമഗ്ര പദ്ധതിക്ക് തുടക്കമിട്ട് കണ്ണൂർ ജില്ല. തിരുവനന്തപുരത്ത് സ്കൂൾ ബസ് മറിഞ്ഞു, 4 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കോൺഗ്രസിൽ അസ്വാരസ്യം, KPCC യോഗം വിളിക്കണമെന്ന് ആവശ്യമായി ജനറൽ സെക്രട്ടറി. കേരളം BJP ഭരിക്കുന്ന സംസ്ഥാനമോ? KC വേണുഗോപാൽ. വീര്യം കുറഞ്ഞതും കൂടിയതും വേണ്ട, മദ്യനയത്തിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം പോരായ്മ പരിശോധിക്കും, അവസാന വാക്ക് മുഖ്യമന്ത്രിയുടേതെന്ന് സണ്ണി ജോസഫ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വരൾച്ച നേരിടാൻ സമഗ്ര പദ്ധതിക്ക് തുടക്കമിട്ട് കണ്ണൂർ ജില്ല. വരൾച്ച നേരിടാൻ സംസ്ഥാനത്ത് ആദ്യമായി ജില്ലാതലത്തിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഒരുങ്ങുന്ന പദ്ധതിയുടെ പ്രാരംഭമായി വെള്ളിയാഴ്ച ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ചേർത്ത് വരൾച്ച പ്രതിരോധവും മുന്നൊരുക്കവും എന്ന തലക്കെട്ടിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഈ ജൂൺ മാസം 39% മഴക്കുറവാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. മഴക്കാലം കഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വരൾച്ച ദുരിതം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ജില്ലയുടെ പ്രധാന ക്യാമ്പയിൻ ആയി വരൾച്ച നിവാരണ പദ്ധതി മാറണമെന്ന് ശില്പശാലയിൽ സംസാരിച്ച ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് പറഞ്ഞു. എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. വരൾച്ച ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിന് അനുസൃതമായ പദ്ധതിയാകണം തയ്യാറാക്കേണ്ടത്. ജില്ലയിലെ മഴയുടെ അളവിലെ കുറവ്, കാരണങ്ങൾ, വരൾച്ച സാധ്യതകൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് കുസാറ്റിലെ അഡ്വാൻസ് സെൻറ്റർ ഫോർ അറ്റ്മോസ്ഫറിക് റഡാർ റിസർച്ച് ഡയറക്ടർ പ്രൊഫസർ അഭിലാഷ് S. സംസ്ഥാന ഭൂഗർഭ ജലവകുപ്പിൽ നിന്ന് സൂപ്രണ്ടിംഗ് ഹൈഡ്രോളജിസ്റ്റ് ആയി വിരമിച്ച ഡോക്ടർ ലാൽ തോംസൺ എന്നിവർ ക്ലാസുകളെടുത്തു. കണ്ണൂർ ജില്ലയിൽ വർഷം ശരാശരി 3300-3500 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നതെന്ന് പ്രൊഫസർ അഭിലാഷ് പറഞ്ഞു. തളിപ്പറമ്പ് ഭാഗങ്ങളാണ് ഇപ്പോൾ കൂടുതൽ മഴ ലഭിക്കുന്നത്. മഴയുടെ കുറവ്, മഴയുടെ പാറ്റേണിലെ വ്യത്യാസം, കൂടുന്ന ചൂട് എന്നിവ ജലജന്യ രോഗങ്ങളുടെ വർധനയ്ക്ക് കാരണമായിട്ടുണ്ട്. ജില്ലയിലെ 2885 ചതുരശ്ര വിസ്തൃതി സ്ഥലത്ത് 1137 ഭൂഗർഭജല റീചാർജിംഗ് പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർ ലാൽ തോംസൺ ചൂണ്ടിക്കാട്ടി. അസിസ്റ്റന്റ് കളക്ടർ S. സ്വാതി, ADM PN പുരുഷോത്തമൻ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ KK സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. ഭൂഗർഭ ജലം, ജല അതോറിറ്റി, ജലസേചനം, ഫിഷറീസ്, കൃഷി, വനം തുടങ്ങിയ വകുപ്പുകളുടെയും മലിനീകരണ നിയന്ത്രണ ബോർഡ്, കോളേജുകൾ, NABARD തുടങ്ങിയ സ്ഥാപനങ്ങളുടെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. വിവിധ വകുപ്പുകൾ അവതരണങ്ങൾ നടത്തി. ശില്പശാലയുടെ തുടർച്ചയായി കൂടുതൽ കൂടിയാലോചനകൾ നടത്തി സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കാനാണ് നീക്കം. താപം മേൽപ്പാലം NIT സംഘം പരിശോധിച്ചു. അറ്റകുറ്റ പണി നടത്തുകയും വീണ്ടും കുഴികൾ രൂപപ്പെടുകയും ചെയ്യുന്ന താപം മേൽപ്പാലത്തിൽ NITയുടെ സംഘം പരിശോധന നടത്തി. M. വിജിൻ MLA ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സംഘം എത്തിയത്. പ്രാഥമിക പരിശോധനയാണ് സംഘം നടത്തിയത്. തുടർന്ന് വിശദമായ പരിശോധിച്ചു. റിപ്പോർട്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. 2018 സ്വകാര്യ കമ്പനിയാണ് പാലം നിർമ്മാണം പൂർത്തീകരിച്ചത്. തുടക്കത്തിൽ നിർമ്മാണത്തിലുള്ള അപാകത കാരണം പല ഘട്ടങ്ങളിൽ കുഴികൾ രൂപപ്പെടുകയും തുടർന്ന് അറ്റകുറ്റ പ്രവൃത്തികൾ നടത്തിയെങ്കിലും വീണ്ടും കുഴികൾ രൂപപ്പെടുകയാണ്. കഴിഞ്ഞ മാർച്ചിൽ പാലത്തിൻ്റെ ഉപരിതലം പൊളിച്ച് എക്സ്റ്റൻഷൻ ജോയിൻ്റ് തുരുമ്പിച്ച കമ്പികൾ മാറ്റിയും മൈക്രോ കോൺക്രീറ്റിംഗ് പ്രവൃത്തി നടത്തിയിരുന്നു. എന്നാൽ മഴ ആരംഭിച്ചതോടെ മേൽപ്പാലത്തിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെടുകയാണ്. M. വിജിൻ MLA, NITയിൽ നിന്ന് ഡോക്ടർ K. ജയേന്ദ്രൻ, ഡോക്ടർ ചന്ദ്രു PJ, ഡോക്ടർ കോടൽരാജ് എന്നിവർക്ക് പുറമെ ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. മോഹനൻ, മെമ്പർമാരായ K. ഹരിദാസൻ, VP സലാം, KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിത O, അസിസ്റ്റന്റ് എഞ്ചിനീയർ രമ്യ T എന്നിവരും ഉണ്ടായിരുന്നു. K. ദാമോദരനെ നാട് അനുസ്മരിച്ചു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ ഒരാളും മാർക്സിസ്റ്റ് സൈദ്ധാന്തികനുമായിരുന്ന K. ദാമോദരൻ അന്തരിച്ചിട്ട് ഇന്നേക്ക് 50 വർഷം തികയുകയാണ്. തുഞ്ചത്ത് ആചാര്യൻ്റെ നാടായ തിരൂരിലെ പൊറൂർ എന്ന ഗ്രാമത്തിൽ 1912 ഫെബ്രുവരി 12 ജനിച്ചത്. കമ്മ്യൂണിസ്റ്റ് നേതാവായി ദാമോദരൻ വളർന്നത് സമർപ്പിതമായ പോരാട്ട ജീവിതത്തിലൂടെയാണ്. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ 1930 മെയിൽ കോഴിക്കോട് കടപ്പുറത്ത് നിയമലംഘന സമരത്തിൽ പങ്കെടുക്കാൻ പോയി. പ്രായപൂർത്തിയായില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് നേതാക്കൾ അനുവദിച്ചില്ല. 1931 മാർച്ച് 27 താനൂരിൽ പോയി നിരോധനം ലംഘിച്ച് സമരം നടത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ പ്രസംഗം നടത്തുകയും ചെയ്തു. 23 മാസത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട
വിദ്യാർത്ഥികളെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് കേരള വിദ്യാർത്ഥി സംഘം എന്ന സംഘടന രൂപീകരിച്ചു. അദ്ദേഹം ജനറൽ സെക്രട്ടറിയുമായി. മലബാറിലെ വായനശാലകളെ സംഘടിപ്പിച്ച് 1932 മലബാർ വായനശാല സംഘവും രൂപീകരിച്ചു. ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായന പക്ഷാചരണത്തിൻ്റെ ഭാഗമായി ലൈബ്രറികളിൽ കെ ദാമോദരനെ അനുസ്മരിച്ചു. കൂടാളി പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ കെ ദാമോദരൻ അനുസ്മരണം മട്ടന്നൂർ മുനിസിപ്പൽ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി പി കരുണാകരൻ മാസ്റ്റർ, കമ്മിറ്റി അംഗങ്ങളായ കെ മോഹനൻ, കെ രമേശൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലും ചുണ്ട നേതാജി വായനശാല ഗ്രന്ഥാലയവും ചേർന്ന് സംഘടിപ്പിച്ച കെ ദാമോദരൻ അനുസ്മരണം ഡോക്ടർ വി.പി. മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കെ ദാമോദരൻ വൈജ്ഞാനിക നവോത്ഥാനത്തിന്റെ ശില്പി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തിയായിരുന്നു ഉദ്ഘാടനം. വായനശാല പരിധിയിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മറ്റ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും മുസ്തഫ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KT ശശി അധ്യക്ഷനായി. താലൂക്ക് പ്രസിഡന്റ് T. വേണുഗോപാലൻ, ജില്ലാ നിർവാഹക സമിതി അംഗം V. രാജൻ, മുൻ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KV രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നേതാജി വായനശാല സെക്രട്ടറി KV സുമേഷ് സ്വാഗതവും സരിക നന്ദിയും പറഞ്ഞു. തിരുവനന്തപുരത്ത് സ്കൂൾ ബസ് മറിഞ്ഞു, 4 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്കൂൾ വാൻ മറിഞ്ഞു അപകടം. 4 കുട്ടികൾക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകടയിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ വാൻ മറിഞ്ഞാണ് അപകടമുണ്ടായത്. ചെങ്കൽ വട്ടവിള ന്യൂജ്യോതി പബ്ലിക് സ്കൂളിലെ കുട്ടികളുമായി പോയ സ്വകാര്യ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ കുട്ടികളെ ഉടൻ തന്നെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ആരെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം. സ്കൂളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കോൺഗ്രസിൽ അസ്വാരസ്യം. KPCC യോഗം വിളിക്കണമെന്ന ആവശ്യവുമായി ജനറൽ സെക്രട്ടറി. തിരുവനന്തപുരം. നയപരമായ തീരുമാനങ്ങൾ അടിയന്തരമായി കൂടിയാലോചനകൾ വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതൃത്വത്തിന് കത്ത്. KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷാണ് സംസ്ഥാന അധ്യക്ഷന് ഇത് സംബന്ധിച്ച കത്ത് നൽകിയത്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അദാനി MSC കരാർ, പ്ലീഡർ നിയമനം തുടങ്ങിയ വിഷയങ്ങളിൽ പാർട്ടിയിൽ അതൃപ്തി പുകയുന്നതിനിടെയാണ് നീക്കം. കഴിഞ്ഞ മാസം 6-നാണ് ഒടുവിലായി KPCC നേതൃയോഗം ചേർന്നത്. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പാർട്ടിയിൽ ചർച്ചകൾ നടക്കാത്തതിൽ KC വേണുഗോപാൽ വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ട്. അദാനി ഗ്രൂപ്പ് MSCക്ക് 49% ഓഹരി കൈമാറാൻ കരാറുണ്ടാക്കിയ വിവരം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന മുഖ്യമന്ത്രിയുടെ വാദവും കോൺഗ്രസിലെ ഒരു വിഭാഗം മുഖവിലയ്ക്കെടുക്കുന്നില്ല. സർക്കാർ അറിയാതെ അദാനി ഗ്രൂപ്പ് ഇത്തരം നീക്കങ്ങൾ നടത്തിയെങ്കിൽ അതിനെതിരെ സർക്കാർ അതിശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് KC പക്ഷത്തിന്റെ ആവശ്യം. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുടെ നിർദ്ദേശപ്രകാരം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം, കരിമണൽ ഖനനം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം തുടങ്ങിയ വിഷയങ്ങളിലും പാർട്ടിയിൽ ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന പരാതി നേരത്തെ തന്നെ കോൺഗ്രസിനുള്ളിൽ ശക്തമാണ്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം പോരായ്മ പരിശോധിക്കും. അവസാന വാക്ക് മുഖ്യമന്ത്രിയുടേതെന്ന് സണ്ണി ജോസഫ്. കൊച്ചി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ പോരായ്മയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെതാണ് അവസാന വാക്കെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു പ്രതികരണം. സർക്കാരിന്റെ അറിവോ സമ്മതമോ അല്ലാതെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൂഢാലോചനയില്ലെന്നാണോ എന്ന ചോദ്യത്തിന് അതാലോചിക്കേണ്ടപ്പോൾ ആലോചിക്കുമെന്നും സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കൊച്ചിയിൽ K. സുധാകരൻ വിളിച്ചത് ഗുണ്ടകളുടെ യോഗമാണോ എന്ന് പരിശോധിക്കണം. സുധാകരനെ പോയി കണ്ടതാണെന്നാണ് പറയുന്നത്. ചില യോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ ആരെന്നറിയാതെ പോയെന്നിരിക്കും. ആഭ്യന്തരമന്ത്രി അക്കാര്യത്തിൽ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനെതിരെയുള്ള KPCC ജനറൽ സെക്രട്ടറിയുടെ പരാതിയെ കുറിച്ച് സണ്ണി ജോസഫ് പ്രതികരിക്കാൻ തയ്യാറായില്ല. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ.
പയ്യന്നൂരിൽ നിന്ന് പോയ KSRTC ബസ് ബംഗളൂരിൽ തീപിടുത്തം. ബംഗളൂരുവിൽ KSRTC സ്വിഫ്റ്റ് ബസ്സിന് തീപിടിച്ചു. പയ്യന്നൂരിൽ നിന്ന് ബംഗളൂരു പോയ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. ബസ്സിന് കേടുപാടുകൾ സംഭവിച്ചു. കൊങ്കേരി ജ്ഞാനഭാരതി മെട്രോ സ്റ്റേഷൻ സമീപത്താണ് അപകടം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. ബസ്സിൽ 2 യാത്രക്കാർ മാത്രമാണ് ഉണ്ടായതെന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. വീര്യം കുറഞ്ഞതും കൂടിയതും വേണ്ട, മദ്യനയത്തിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ്. മലപ്പുറം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനത്തിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ്. 2 മദ്യവും വിൽക്കാൻ പാടില്ല എന്നാണ് ലീഗിന്റെ നിലപാടെന്നും വീര്യം കുറഞ്ഞതും കൂടിയതും എല്ലാം സമമാണെന്നും മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സർക്കാരിൻ്റെതായ ചില നയങ്ങൾ ഉണ്ടാകും. അതിൽ ലീഗ് പാർട്ടിയുടെ അഭിപ്രായം UDF യോഗത്തിൽ അറിയിക്കുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. UDFന്റെ മദ്യനയത്തിനെതിരെ കനത്ത പ്രതിഷേധമാണ് കേരളത്തിൽ എമ്പാടും ഉണ്ടാകുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച UDF സർക്കാരിനെതിരെ തുറന്നടിച്ച് മലങ്കര മാർത്തോമ സുറിയാനി സഭാധ്യക്ഷൻ ഡോക്ടർ തിയാഡിഷ് മാർത്തോമ മെത്രാപ്പോലീത്ത രംഗത്തെത്തി. മദ്യത്തിന് നികുതി കുറച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മദ്യം പൂർണ്ണമായി വർജിക്കുകയാണ് സഭയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിയാണ് വിമർശനം. 10% താഴെ വീര്യമുള്ള മദ്യത്തിന് 120%, 10നും 20നും ഇടയ്ക്ക് വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. LDF സർക്കാരിന്റെ കാലത്ത് ബക്കാഡി കമ്പനി വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചെങ്കിലും അനുവദിച്ചില്ല. VD സതീശന്റെ ബജറ്റ് നിർദ്ദേശത്തിനെതിരെ പ്രതിപക്ഷത്തോടൊപ്പം വിവിധ മത സാമുദായിക സംഘടനകളും KPCC മുൻ പ്രസിഡന്റ് VM സുധീരനും പ്രതിഷേധം അറിയിച്ചിരുന്നു. കേരളം BJP ഭരിക്കുന്ന സംസ്ഥാനമോ? KC വേണുഗോപാൽ. ന്യൂഡൽഹി. വിഴിഞ്ഞത്ത് സർക്കാർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിക്ക് ഓഹരി നൽകിയത് എങ്ങനെയെന്ന് അദാനി പറയണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പർ സർക്കാർ ആയിരിക്കാം. അതുപോലെ ചെയ്യാൻ കേരളം എന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? ഇവിടെ അത് സാധിക്കില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമ്പടി വെച്ചത് മുഖ്യമന്ത്രി VD സതീശന്റെ അറിവോടെയാണെന്ന വിവരം പുറത്തു വന്നിരുന്നു. ഓഹരി കൈമാറ്റം മുഖ്യമന്ത്രിയെ കമ്പനി അനൗദ്യോഗികമായി അറിയിച്ചിരുന്നു എന്ന വിവരം പുറത്തു വന്നു. ഇത് മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടുമില്ല. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ ഉപക്ഷേപത്തിന് മുൻകൂട്ടി തയ്യാറാക്കിയ മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. വിൽപ്പനയെപ്പറ്റി സതീശന് കൃത്യമായി അറിയാമായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തം. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പരിശീലനം നൽകുന്നു. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറിയും ഹാപ്പിനെസ് ഫൗണ്ടേഷൻ ചേർന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏകദിന പരിശീലനം നൽകുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് പുറമെ ChatGPT, ജെമിനി തുടങ്ങിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും ക്ലാസ് ഉണ്ടാകും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്കാണ് അവസരം. ജൂലൈ 2ാം വാരം കണ്ണൂരിലാണ് ക്ലാസ്. സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, സംരംഭകർ തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് ഏറെ പ്രയോജനം ഉണ്ടാകുന്നതാണ് ക്ലാസ്. രജിസ്ട്രേഷൻ ഫോൺ 9447372316. വാർഷിക പദ്ധതി വിനിയോഗം കണ്ണൂർ ജില്ലാ പഞ്ചായത്തും പയ്യന്നൂർ നഗരസഭയും സംസ്ഥാന തലത്തിൽ 1ാമത്.
2025-26 വാർഷിക പദ്ധതി വിനിയോഗത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, പയ്യന്നൂർ നഗരസഭ എന്നിവ സംസ്ഥാന തലത്തിൽ ഒന്നാമതെത്തി. യഥാക്രമം ജില്ലാ പഞ്ചായത്ത്, നഗരസഭ വിഭാഗങ്ങളാണ് ഒന്നാം സ്ഥാനം നേടിയത്. ജില്ലാ പഞ്ചായത്ത് 72.29% വാർഷിക പദ്ധതി വിനിയോഗിച്ചപ്പോൾ പയ്യന്നൂർ നഗരസഭ 94.70% വിനിയോഗിച്ചു. കോർപ്പറേഷൻ തലത്തിൽ സംസ്ഥാന തലത്തിൽ കണ്ണൂർ കോർപ്പറേഷന് മൂന്നാം സ്ഥാനമുണ്ട്, 58.69%. ജില്ലകളിലെ ഗ്രാമപഞ്ചായത്തുകളിൽ കേളകം ഗ്രാമപഞ്ചായത്താണ് ഒന്നാമത്, 79.83%. കീഴൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാമതും, 79.38%. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് മൂന്നാമതുമാണ്, 78.71%. ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ പേരാവൂർ ഒന്നാമതും 70.03%, പയ്യന്നൂർ രണ്ടാമതും 69.17%, പാനൂർ മൂന്നാമതുമെത്തി 65.41%. ജില്ലയിലെ നഗരസഭകളിൽ രണ്ടാം സ്ഥാനം പാനൂർ നഗരസഭയ്ക്കും മൂന്നാം സ്ഥാനം തളിപ്പറമ്പ് നഗരസഭയ്ക്കുമാണ്. വെള്ളിയാഴ്ച നടന്ന ജില്ലാ ആസൂത്രണ സമിതി അഡ്ഹോക് യോഗത്തിൽ വെച്ച് മികച്ച നേട്ടം കരസ്ഥമാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ, ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പാചക വാതക വില വർധനവ്, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം എന്നിവ കാരണം പ്രതിസന്ധി നേരിടുന്ന ജനകീയ ഹോട്ടലുകളുടെ വില വർദ്ധിപ്പിക്കുന്ന കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ കമ്മിറ്റിയെ ജില്ലാ ആസൂത്രണ സമിതി നിയോഗിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, ആസൂത്രണ സമിതി മെമ്പർ സെക്രട്ടറിയായ ജില്ലാ കളക്ടർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഇൻചാർജ് CP സുധീഷ് എന്നിവർ സംസാരിച്ചു. സെൻസസ് പരാതികളും സംശയങ്ങളും ചോദിക്കാം. സെൻസസ് 2027 പരാതി പരിഹാര സെൽ ജില്ലാ കളക്ടറേറ്റിൽ പ്രവർത്തനം തുടങ്ങി. പൊതുജനങ്ങൾക്ക് 04912700 എന്ന നമ്പറിൽ വിളിച്ച് പരാതികളും സംശയങ്ങളും ചോദിക്കാം. കൂടാതെ 1855 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും ബന്ധപ്പെടാം. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.